നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല. ഓരോ രാശിയിലും വരുന്ന നാളുകളും അത് ആരംഭിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനാൽ ആ സമയം മുതൽ കേട്ടാൽ മതിയാകും. മേടം രാശി അടുത്ത ആഴ്ച സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം സന്തോഷകരമായ ചില നിമിഷങ്ങൾ വിശ്രമിക്കാനും ചെലവഴിക്കാനും നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം എടുക്കേണ്ടതുണ്ട്. കാരണം ഇത് നിങ്ങളുടെ ആരോഗ്യജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 2-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് സാമ്പത്തിക ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കും. എന്നാൽ ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും നിക്ഷേപം നടത്തേണ്ടതുണ്ടെങ്കിൽ ആദ്യം യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്തി അതിനുശേഷം മാത്രം നിക്ഷേപിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പണം കുടുങ്ങിപ്പോകാം. ഈ ആഴ്ച കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംവാദത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പെടാതെ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ചെയ്യാതിരിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ പ്രതിച്ഛായ നശിക്കും. അതിനാൽ ആരുമായും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സംഭാഷണത്തിലൂടെ അത് സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് ഏതെങ്കിലും മൂന്നാമതൊരു വ്യക്തി സത്യം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ മുൻകൈയെടുക്കേണ്ടതാണ്. നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗുണകരമായ ഗ്രഹങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ ശത്രുക്കൾക്ക് അത്ര നല്ലതല്ല. ഈ സമയത്ത് അവർ സജീവമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ ചങ്ങാതിമാരാക്കും. ഓരോ ഘട്ടത്തിലും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യും. ഈ ആഴ്ച നിങ്ങളുടെ രാശിയിലെ ഗ്രഹനക്ഷത്രങ്ങളുടെ സ്ഥാനം മൂലം ചില വിദ്യാർത്ഥികൾക്ക് ഏകാന്തത അനുഭവിക്കും. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വളർത്തുമൃഗത്തോടൊപ്പമോ അല്ലെങ്കിൽ ഒരു കുടുംബാംഗവുമായി സംസാരിച്ചോ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടാനാകും. ഇടവം രാശി നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതിനാൽ ശക്തവും നേരായതും ആയിരിക്കുകയും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പരിണതഫലങ്ങൾ നേരിടാൻ തയ്യാറാകുകയും ചെയ്യുക. സാമ്പത്തിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഈ ആഴ്ച നിങ്ങളുടെ ബജറ്റിനുള്ളിൽ തന്നെ ചെലവഴിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ തന്നെ ശരിയായ സാമ്പത്തിക പദ്ധതി സൃഷ്ടിക്കുക. അതിൽ നിങ്ങളുടെ പങ്കാളിയുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണ സ്വീകരിക്കാം. അതിനനുസരിച്ച് നിങ്ങളുടെ പണം ചെലവഴിക്കുക. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 11-ാം ഭാവത്തിൽ വരുന്നതിനാൽ ബന്ധുക്കളുടെ അടുത്തേക്ക് ഒരു സന്ദർശനം നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ കുറച്ച് ആശ്വാസവും വിശ്രമവും നൽകും. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ സമയം നൽകാൻ നിങ്ങൾക്ക് കഴിയും. അതിനാൽ നിങ്ങൾ അവരെ പരിപാലിക്കുന്നുവെന്ന് അവർക്ക് തോന്നാം. ഇതിനായി അവരോടൊപ്പം നല്ല സമയം ചെലവഴിക്കുക. നിങ്ങളോട് പരാതിപ്പെടാൻ അവർക്ക് അവസരം നൽകരുത്. ഈ ആഴ്ച ബിസിനസ് രാശിക്കാർ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒന്നും മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കുക. എല്ലാവരുമായും നിങ്ങളുടെ പദ്ധതി പങ്കിടുന്നത് ചിലപ്പോൾ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വിജയം നേടാം. എന്നാൽ ഇതിനായി അവരുടെ വിദ്യാഭ്യാസത്തിനായി എല്ലാ നടപടികളും തീരുമാനങ്ങളും എടുക്കുമ്പോൾ അവർ ക്ഷമയോടെ ശ്രദ്ധിച്ചു വർത്തിക്കേണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം നേരിടുകയാണെങ്കിൽ നിങ്ങളുടെ മുതിർന്ന ആളുകളുടെ സഹായം എടുക്കാവുന്നതാണ്. മിഥുനം രാശി മികച്ച ജീവിതത്തിനായി നിങ്ങളുടെ ആരോഗ്യവും വ്യക്തിത്വവും മെച്ചപ്പെടുത്തുന്നതിന് ഈ ആഴ്ച ശ്രമിക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ നല്ല ആരോഗ്യത്തിനായി കൂടുതൽ നടക്കുക. സാധ്യമെങ്കിൽ പച്ചപുല്ലിൽ നഗ്നപാതനായി നടക്കുക. ഇത് നിങ്ങളുടെ കണ്ണുകളുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകും. ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഭൂമിയിലോ ഏതെങ്കിലും സ്വത്തിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. അല്ലാത്തപക്ഷം അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം. ഇത്തരം നിക്ഷേപം മൂലം നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നതിനൊപ്പം സാമ്പത്തിക പ്രതിസന്ധികളും നിങ്ങൾ അനുഭവിക്കേണ്ടിവരും. ഈ ആഴ്ച വീട്ടിലെ ഒരു അംഗത്തിന്റെ ഉപദേശം മൂലം പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളെ സന്തോഷിപ്പിക്കും. ഇതിനൊപ്പം വീട്ടിലെ അംഗങ്ങൾക്കായി സമയം ചെലവഴിക്കുകയും അവർക്കായി സമ്മാനങ്ങൾ നൽകുകയും ചെയ്യും. കൂടാതെ നിങ്ങളുടെ ബന്ധത്തിലെ മുൻകാല തടസ്സങ്ങളെല്ലാം തുടച്ചുമാറ്റപ്പെടും. ഇതോടൊപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സംതൃപ്തിയും സന്തോഷമുണ്ടാകും. ഈ ആഴ്ച നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ സമയം ചെയ്യും. ഇത് നൃത്തം, സംഗീതം, ചിത്രരചന എന്നിവയുമായി ബന്ധപ്പെട്ടതായിരിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ ജോലിയെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചുമുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. ഈ ആഴ്ച വിദ്യാഭ്യാസ മേഖലയിലെ നിങ്ങളുടെ മുമ്പത്തെ കഠിനാധ്വാനം കാരണം നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. കൂടാതെ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ സമയവും അതിനായി വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. എന്നാൽ മത്സരപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ സമയത്ത് കുറച്ചുകൂടി കഠിനാധ്വാനം തുടരേണ്ടതുണ്ട്. കർക്കിടകം രാശി കാൽവേദന, ഉളുക്ക്, സന്ധിവേദന എന്നിവയിൽ നിന്ന് ഈ ആഴ്ച നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 11-ാം ഭാവത്തിൽ വരുന്നതിനാൽ പ്രത്യേകിച്ചും 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ആഴ്ച അവർക്ക് ഏറ്റവും മികച്ചതായിരിക്കും. ഈ ആഴ്ച സാമ്പത്തിക പുരോഗതി കാരണം ഗാർഹിക അവശ്യവസ്തുക്കൾ വലിയ അളവിൽ വാങ്ങുന്നത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇതുമൂലം നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളുമായി സന്തുഷ്ടരാകും. അതുപോലെ തന്നെ മികച്ചത് ചെയ്യാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഈ ആഴ്ച നിങ്ങളുടെ ചങ്ങാതിമാരുമായും അടുത്ത സുഹൃത്തുക്കളുമായും നല്ല നിമിഷങ്ങൾ ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും.
ഈ സമയത്ത് മനോഹരമായ ഒരു യാത്രയിലോ പിക്നിക്കിലോ അവരോടൊപ്പം പോകാൻ നിങ്ങൾക്ക് ആലോചിക്കാം. എന്നിരുന്നാലും വാഹനമോടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടത്തിന് സാധ്യത കാണുന്നു. നിങ്ങളുടെ രാശിയിലെ ഗ്രഹസ്ഥാനങ്ങൾ ഈ സമയത്ത് നിങ്ങളിൽ ചില രാശിക്കാർക്ക് സ്ഥാനമാറ്റം അല്ലെങ്കിൽ ജോലിയിൽ നല്ല മാറ്റം ലഭിക്കാൻ സാധ്യത കാണുന്നു. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 8ാം ഭാവത്തിൽ വരുന്നതിനാൽ എന്നിരുന്നാലും ഇതിനായി നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായുള്ള ബന്ധം തുടക്കം മുതൽ തന്നെ മെച്ചപ്പെടുത്തേണ്ടതാണ്. ഈ ആഴ്ച കുടുംബത്തിലെ അതിഥികളുടെ പെട്ടെന്നുള്ള വരവ് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. ഈ സമയത്ത് അവർ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അതിഥികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാം. ഇതുമൂലം അവരുടെ പാഠം പഠിക്കാൻ അവർ മറക്കാം. അതിനാൽ അതിഥികളുമായി സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും കുറച്ച് സമയം നൽകേണ്ടതാണ്. ചിങ്ങം രാശി. കുത്ത്. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 10ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ ആരോഗ്യം ഈ ആഴ്ച മെച്ചപ്പെടും. കായിക പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സജീവ പങ്കാളിത്തം നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കാനും മികച്ച ജീവിതം നയിക്കാനും നിങ്ങളെ സഹായിക്കും. നിങ്ങൾ വിവേകത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് അധിക പണം നേടാൻ കഴിയും. എന്നിരുന്നാലും ഇതിനായി നിങ്ങൾ ശരിയായ തന്ത്രം തയ്യാറാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കുടുംബാംഗങ്ങളുമായി ശാന്തമായ ഒരാഴ്ച ആസ്വദിക്കാനുള്ള യോഗം കാണുന്നു. നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ അവഗണിക്കുക. നിങ്ങളുടെ മനസ്സമാധാനത്തെ ശല്യപ്പെടുത്താൻ അവരെ അനുവദിക്കരുത്. വീട്ടിലായിരിക്കുമ്പോൾ ഫോൺ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ വ്യക്തിബന്ധത്തെ ബാധിക്കും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വിശ്രമിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മിക്കവാറും നിങ്ങളുടെ പ്രണയബന്ധം മെച്ചപ്പെടുത്തുക. ഈ ആഴ്ചയിൽ ഒന്നിൽ കൂടുതൽ ജോലികളുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഏറ്റെടുക്കുന്നത് മൂലം നിങ്ങളുടെ ജോലിഭാരം വർദ്ധിപ്പിക്കും. ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. അതോടൊപ്പം കൃത്യസമയത്ത് ഏതെങ്കിലും ജോലികൾ പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനങ്ങളെ മാറ്റിനിർത്തി മുഴുവൻ അവരുടെ സുഖസൗകര്യങ്ങൾ നിറവേറ്റാൻ കഴിയും. എന്നിരുന്നാലും അതിന്റെ വിപരീത ഫലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും അത് വളരെ വൈകും. കന്നി രാശി. കുടുംബം, വ്യക്തിജീവിതം എന്നിവയിൽ നടക്കുന്ന സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങളെ നിരാശരാക്കുകയും ഉള്ളിൽ നിന്ന് അസ്വസ്ഥരാക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങളുടെ അസ്വസ്ഥത മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കുന്നതായി നിങ്ങൾ കാണും. ഇതുമൂലം നിങ്ങളുടെ സ്വഭാവത്തിൽ ഭാവം ഉയരാം. ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തി പണം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിചയസമ്പന്നരുമായ ആളുകളുടെ ഉപദേശപ്രകാരം മാത്രം നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ നിങ്ങളുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭം നേടാൻ കഴിയൂ. ഒരു ചെറിയ അതിഥിയുടെ വരവിനെക്കുറിച്ചുള്ള സന്തോഷവാർത്ത ഈ ആഴ്ച കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉറപ്പാക്കും. ഇത് കുടുംബാംഗങ്ങളുടെ സാഹോദര്യവും വർദ്ധിപ്പിക്കും. അതിനാൽ ആഴ്ചാവസാനം കുടുംബത്തോടൊപ്പം ഈ സന്തോഷം ആഘോഷിക്കാം. ഈ ആഴ്ച നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ ജോലിസ്ഥലത്ത് കോപാകുലരാകും. ഇക്കാരണത്താൽ അവർ നിങ്ങളുടെ എല്ലാ ജോലികളിലെയും തെറ്റുകൾക്കായി നിരന്തരം അന്വേഷിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ മനോവീര്യം തകർക്കുന്നതിനും ഇടയാക്കും. മാത്രമല്ല ചില സമയങ്ങളിൽ മറ്റ് സഹപ്രവർത്തകരുമായി നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടാം. വിദ്യാർത്ഥികളുടെ ജാതകപ്രകാരം ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തോന്നുന്നു. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് അല്പം ജാഗ്രത പാലിച്ച് അനുകൂല ഫലങ്ങൾ നേടും. തുലാം രാശി. ഈ ആഴ്ച നിങ്ങളുടെ മോശം ആരോഗ്യം കാരണം ചില നിഷേധ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാം. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം. ഒരു ദുർബല ശരീരം മനുഷ്യ മനസ്സിനെ ദുർബലപ്പെടുത്തുന്നു എന്ന വസ്തുതയും നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ബിസിനസ് ആളുകൾക്ക് ഈ ആഴ്ച നല്ല ഫലം ലഭിക്കും. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു വലിയ ഇടപാടിന്റെ വിജയത്തിൽ നിന്ന് അവർക്ക് നല്ല സാമ്പത്തിക ലാഭം ലഭിക്കും. നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നുവോ അത്രയും ചെലവുകളും ഉയരും. ഇതൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ആഴ്ച ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയില്ല. ഫോണിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ വിദൂര ബന്ധുവിൽ നിന്ന് നിങ്ങൾക്ക് ചില ദുഃഖകരമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാരണത്താൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം നിങ്ങൾക്ക് ചില അസ്വസ്ഥതകളും അനുഭവപ്പെടാം. അത്തരമൊരു സാഹചര്യത്തിൽ തുടക്കം മുതൽ എല്ലാ സാഹചര്യങ്ങൾക്കും സ്വയം തയ്യാറാകുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രഹങ്ങളുടെ സ്ഥാനം കാരണം ഈ ആഴ്ച ജോലിയിൽ പ്രമോഷൻ പോലുള്ള നിരവധി നല്ല അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. മുൻകാലങ്ങളിൽ മോശമായിരുന്ന സാഹചര്യങ്ങൾ ഈ സമയത്ത് അവ ശരിയാകും. ഉന്നത വിദ്യാഭ്യാസത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ഈ ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യും. എന്നാൽ അതിനുശേഷം കുറച്ച് ശ്രമത്തിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടാൻ കഴിയും. വൃശ്ചികം രാശി. ഈ ആഴ്ച നിങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ ഈ സമയത്ത് സമ്മർദ്ദത്തിനും ക്ഷീണത്തിനും കാരണമാകും. ഇത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും. അതിനാൽ ഈ സമയത്ത് വിശ്രമിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരിൽ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അന്ധമായ വിശ്വാസം ചിലപ്പോൾ പ്രശ്നകാരമാകാം. ഈ ആഴ്ച നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതികൂലമായി എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഏതൊരു വ്യക്തിയെയും അന്ധമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കുക.
ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിലെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ലജ്ജിപ്പിക്കാം. വീട്ടിലെ ഒരു അംഗം നിങ്ങളിൽ നിന്ന് പണമോ മറ്റോ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്, അത് നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയില്ല. ഈ ആഴ്ച ജോലിസ്ഥലത്തെ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ മുൻതർക്കങ്ങളെല്ലാം ഇല്ലാതാക്കാനും നിങ്ങൾക്ക് കഴിയും. ഇതുമൂലം നിങ്ങളുടെ പ്രതിച്ഛായ ഉയരും. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭാവിയിലും ശമ്പള വർധനവിന് സാധ്യത വർദ്ധിക്കും. നിങ്ങളുടെ പ്രതിവാര ജാതകം അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച നിരവധി സമ്മാനങ്ങൾ ലഭിക്കും. എന്നിരുന്നാലും അതിനിടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി കഠിനാധ്വാനങ്ങൾ നടത്തിയിട്ടും അവർക്ക് നല്ല മാർക്ക് ലഭിക്കും. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് വിദ്യാഭ്യാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതിനാൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിലേക്കുള്ള ഒരു നല്ല ആഴ്ചയായി ആയിരിക്കും ഇത്. ധനുരാശി, ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം കഴിഞ്ഞ ആഴ്ചയേക്കാൾ മികച്ചതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ആരോഗ്യവും ശക്തമായിരിക്കുന്നതിനാൽ നിങ്ങൾക്കും കൂടുതൽ മെച്ചപ്പെടും. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള സാധ്യതയും ഈ വർഷത്തിൽ ഉണ്ടാകും. ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിതവും ഊർജ്ജം നിറഞ്ഞതായിരിക്കും. പണത്തിന്റെ വലിയൊരു ഭാഗം വളരെക്കാലം എവിടെയെങ്കിലും കുടുങ്ങിയിരുന്നെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഒടുവിൽ ആ പണം ലഭിക്കും. കാരണം ഇപ്പോൾ പല ശുഭഗ്രഹങ്ങളുടെയും സ്ഥാനവും കാഴ്ചപ്പാടും നിങ്ങളുടെ രാശിചക്രത്തിലെ അനേകം ആളുകളുടെ പണനേട്ടങ്ങൾക്ക് സാധ്യത ഒരുക്കും. ഈ ആഴ്ച കുടുംബത്തിൽ നിങ്ങളുടെ അടുത്ത അല്ലെങ്കിൽ വീട്ടിലെ അംഗത്തിന് നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്താൽ വിഷമിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കുടുംബത്തിനായി നിങ്ങൾ സമയം കണ്ടെത്തി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഈ ആഴ്ച ജോലിസ്ഥലത്ത് ഏതെങ്കിലും ജോലി പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ സഹായം നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാൻ സഹായിക്കും. ഇതിനായി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും കുറിച്ച് അവരെ ബോധവാന്മാരാക്കി നിങ്ങൾ തുടക്കത്തിൽ തന്നെ അവരുടെ പിന്തുണ തേടേണ്ടതുണ്ട്. ഈ ആഴ്ച വിദ്യാർത്ഥികളുടെ മുൻ കഠിനാധ്വാനം ഫലം ചെയ്യും. കാരണം ഈ സമയത്ത് നിങ്ങളുടെ അറിവും വിവേകവും ഉപയോഗിച്ച് നിങ്ങളുടെ അധ്യാപകരെ ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിലൂടെ നിങ്ങൾക്ക് അവരുടെ സഹായം ലഭിക്കും. ഒപ്പം വരാനിരിക്കുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് മികച്ച പ്രകടനം നൽകാനും കഴിയും. മകരം രാശി, ഈ ആഴ്ച ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ മികച്ചതായിരിക്കും. ഈ സമയത്ത് ആരോഗ്യത്തോടുള്ള നിങ്ങളുടെ സമർപ്പണം നിങ്ങളെ പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് ഫലപ്രദമാകും. അത്തരമൊരു സാഹചര്യത്തിൽ യോഗയും വ്യായാമവും പച്ച ഇലക്കറികൾ പരമാവധി കഴിക്കാനും ശ്രമിക്കുക. സമ്പത്ത് സ്വരൂപിക്കുന്നതിൽ നിങ്ങൾ പലപ്പോഴും അല്പം അശ്രദ്ധരാകാം. ഇതിന്റെ പ്രതികൂല ഫലം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമാകും. അതിനാൽ ഈ ആഴ്ച പണം ലാഭിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഉപദേശം സ്വീകരിക്കേണ്ടതാണ്. ഈ സമയത്ത് നിങ്ങളുടെ മുതിർന്നവരുടെ ഉപദേശവും അനുഭവവും ഭാവിയിലേക്കുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ നിങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടാം. അതിനാൽ അവരുടെ നീരസം നിങ്ങൾക്ക് നേരിടേണ്ടി വരാം. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എല്ലാ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിരുന്നിട്ടും നിങ്ങളിൽ സ്നേഹത്തിന്റെ നിഴലിൽ തുടരും. നിങ്ങൾക്കൊരു സമ്മാനം നൽകുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യാം. അതിനാൽ നിങ്ങളുടെ ബന്ധം ശക്തമായിരിക്കും. ഈ ആഴ്ച നിങ്ങളുടെ പദ്ധതികളും നയങ്ങളും പുനർവിചിന്തനം ചെയ്യുകയും അവയിൽ ആവശ്യമായ മെച്ചപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ജോലിയുടെ ഫലങ്ങളും ലാഭവും നിങ്ങൾക്കനുസരിച്ചായിരിക്കും. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സംതൃപ്തി നൽകില്ല. നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കുകയും ചെയ്യും. മനുഷ്യന്റെ വ്യക്തിത്വത്തെ ചിന്തകളും വസ്ത്രങ്ങളും പ്രതിഫലിപ്പിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുമ്പോൾ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവത്തെ തകർക്കും. കുംഭം രാശി, ഈ ആഴ്ച നിങ്ങൾ നടത്തിയ ചികിത്സയിലെ മാറ്റം നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം അനുകൂലം നൽകും. ഇതിനായി നിങ്ങളുടെ ദിനചര്യയിൽ ശരിയായ പുരോഗതി വരുത്തുക. ആവശ്യമെങ്കിൽ ഒരു നല്ല ഡോക്ടറുടെ ഡയറ്റ് പ്ലാൻ പാലിക്കുക. ഈ ആഴ്ച ജോലിക്കാരായ രാശിക്കാർക്ക് പണത്തിന്റെ ആവശ്യകത ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ മുൻപത്തെ അനാവശ്യ ചെലവുകൾ കാരണം ഇത് നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയാതെ വരികയും ഇത് നിങ്ങളുടെ പ്രതികൂല സമയങ്ങളിലേക്ക് നയിക്കാം. നിങ്ങൾ ഒരു പാർട്ടി നടത്താൻ പദ്ധതിയിടുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെ ക്ഷണിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും. കൂടാതെ പ്രത്യേകമായി ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ശ്രദ്ധ എളുപ്പത്തിൽ ആകർഷിക്കാൻ ഈ ആഴ്ച നിങ്ങൾക്ക് കഴിയും. ഈ ആഴ്ച നിങ്ങൾ വർഷങ്ങളായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ മികച്ച അംഗീകാരം നേടുന്നതിലും നിങ്ങളുടെ സ്വന്തം രക്തവും വിയർപ്പും ഉപയോഗിച്ച് വിജയിക്കാൻ കഴിയും. ഈ സമയത്ത് നിങ്ങളുടെ കണ്ണുകളിൽ സന്തോഷം ദൃശ്യമാകും. അത്തരമൊരു സാഹചര്യത്തിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങൾ സ്വയം എടുക്കുന്നതിനു പകരം നിങ്ങളുടെ ജീവനക്കാർക്കും ദൈവത്തിനും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കുമായി പങ്കിട്ട് അവരോടനന്ദിയുള്ളവരായിരിക്കണം. വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഈ സമയം നിങ്ങളുടെ ജോലിയുടെ പിന്നിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് ലഭിക്കുന്നു. ഇത് ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിക്കുക മാത്രമല്ല, ഈ വിജയം നിങ്ങളുടെ പുരോഗതിയിലേക്കും നയിക്കും. ഇതുമൂലം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ബഹുമാനം സമൂഹത്തിൽ വർദ്ധിക്കും. മീനം രാശി,
ഈ ആഴ്ച ഗർഭിണികൾ, പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ കാരണം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടിവരാം. ഓരോ വ്യക്തിയും അവരുടെ കഴിവിനനുസരിച്ച് പ്രതീക്ഷിക്കേണ്ടതാണ്. ഈ ആഴ്ച ഈ വാചകം നിങ്ങൾക്ക് അനുയോജ്യമാകും. ഈ സമയത്ത് ചെലവ് ചുരുക്കാൻ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം സമൂഹത്തിന്റെ പ്രയോജനത്തിനായി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇത് നിങ്ങളുടെ ബഹുമാനം വർദ്ധിപ്പിക്കും. ഈ സമയത്ത് നിങ്ങൾ മതപരമായ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും. ഈ ആഴ്ച ഏതെങ്കിലും തരത്തിലുള്ള സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാശിക്കാർക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടിവരാം. ഈ സമയത്ത് നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ജോലിയിൽ പ്രശ്നങ്ങൾക്ക് സാധ്യത ഒരുക്കാം. വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാശിക്കാർക്ക്, ചില വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച ചില നല്ല വാർത്തകൾ ലഭിക്കാനുള്ള അവസരം ലഭിക്കും. എന്നിരുന്നാലും, ഇതിനായി നിങ്ങളുടെ എല്ലാ രേഖകളും പൂർണ്ണമായി സൂക്ഷിക്കുകയും പ്രവേശനം നേടാൻ ശ്രമിക്കുന്ന കോളേജിനെക്കുറിച്ചോ സ്കൂളിനെക്കുറിച്ചോ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുമാണ്. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റിലൂടെ നിങ്ങളുടെ കൈകൾ അവസരം നഷ്ടപ്പെടുത്തരുത്.